ഇന്ത്യയിൽ നിരവധി സ്മാർട്ട് വാച്ച് ബ്രാൻഡുകൾ സ്മാർട്ട് വാച്ചുകൾ പുറത്തിറക്കുന്നുണ്ടെങ്കിലും അവയിലൊക്കെ ഒരു മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ച് ബ്രാൻഡാണ് അമേസ്ഫിറ്റ്. അത്തരത്തിൽ അമേസ്ഫിറ്റ് പുതുതായി പുറത്തിറക്കുന്ന അവരുടെ ഒരു മിനി കാറ്റഗറിയിലുള്ള സ്മാർട്ട് വാച്ചാണ് അമേസ്ഫിറ്റ് GTS 4 മിനി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്ത് പരിശോധിക്കുന്നത് അമേസ്ഫിറ്റ് GTS 4 മിനിയുടെ വിശേഷങ്ങളാണ്. ഞാൻ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ കയ്യിൽ കെട്ടി. ഈ ഒരു വാച്ചിനകത്ത് ഒറ്റ അടിക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് കരുതാവുന്ന തരത്തിൽ പറയുന്നത് ഇതിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല വളരെ ഫ്ലൂയിഡിക് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ചാണ്. യാതൊരുവിധ ലാഗോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിനകത്ത് എന്നെ അട്രാക്ട് ചെയ്ത ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. വെറും 31.2 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. നമ്മൾ പല സ്മാർട്ട് വാച്ചുകളുടെ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ട് കയ്യിൽ കെട്ടിയിട്ടുണ്ടെന്ന് അറിയുക പോലും ഇല്ലെന്ന്. അത് എന്താ പറയുന്നത്, ഒരു അതിശയോക്തി എന്ന നിലയിൽ പലപ്പോഴും പറയുന്നതാണെങ്കിലും ഇതിൻ്റെ കേസിൽ അത് വളരെ സത്യമാണ്. ഇത് നമ്മൾ കയ്യിൽ കെട്ടിയിട്ടുണ്ടെന്ന് അറിയുക പോലും ഇല്ല. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. നമുക്ക് വീഡിയോയിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്തായാലും വെറും 31.2 ഗ്രാം ഭാരം മാത്രം. അതുപോലെ ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു കേസ് എന്ന് പറയുന്ന ഭാഗം അലുമിനിയം ബിൽഡാണ്, ഒരു മെറ്റാലിക് ബിൽഡാണ്. ഈവൻ ഈ കാണുന്ന ക്രൗൺ ഉൾപ്പെടെയും ഒരു മെറ്റാലിക് അലുമിനിയം ബിൽഡാണ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റും ഒരല്പം അരികുകൾ കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് തന്നെയായാലും വളരെ മികച്ച ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് അമേസ്ഫിറ്റിന്റെ GTS 4 മിനി. ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ സ്ട്രാപ്പാണ്. 20 mm റീപ്ലേസബിൾ സ്ട്രാപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കളർഫുൾ സ്ട്രാപ്പൊക്കെ 20 mm നോക്കി ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് മാറി ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 1.65 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം സ്മാർട്ട് വാച്ചുകളെ സംബന്ധിച്ച് ഔട്ട്ഡോർ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സൺലൈറ്റിലൊക്കെ ഈ വാച്ചിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ടൈം കാണാൻ പറ്റില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ പോലും പുറത്ത് നല്ല വിസിബിൾ ആണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞോളട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിനകത്ത് ഞാൻ കണ്ട മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല സാധാരണ പല സ്മാർട്ട് വാച്ചുകളിലും ഇത്തരത്തിൽ ഇതിപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിലും അത് വളരെ ബ്രൈറ്റ് കുറഞ്ഞ വെറും മോണോ കളർ ഒറ്റ കളറിലേക്ക് ആയിരിക്കും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിലേക്ക് വരുന്നത് പല സ്മാർട്ട് വാച്ചിലും. പക്ഷേ ഇവിടെ കളർഫുൾ ആയിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലെ ആ ഒരു ഡിസ്പ്ലേ അത് എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഇതിനകത്ത് തീരുമാനിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു ഡിസ്പ്ലേ സ്റ്റൈൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ മറ്റൊരു സ്റ്റൈൽ കൂടിയുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് വരുന്ന ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും. മാത്രമല്ല ഇവിടെ ഫോളോ വാച്ച് ഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ വാച്ച് ഫേസിനകത്ത് ഇപ്പോൾ ഇവിടെയാണല്ലോ ടൈമൊക്കെ വന്നിരിക്കുന്നത്, അതുപോലെ ആ ഒരു ഫിഗേഴ്സ് അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് ഇതുപോലെ മാറുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തന്നെ പല തരത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ തീരുമാനിക്കാം. അത് അമേസ്ഫിറ്റിന്റെ മുൻകാല സ്മാർട്ട് വാച്ചുകളിലും ഇത്തരം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഈ ഒരു പുറമേയുള്ള ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 2.5D ഗ്ലാസ് ആണ്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ സ്മാർട്ട് വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അവിടെ ഇവിടെയൊക്കെ തട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തട്ടിയാലും വലിയ പോറലുകളൊന്നും ഏൽക്കില്ല. ഈ ഒരു വാച്ചിനകത്ത് അലക്സ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ അറിയാതെ അലക്സ എന്ന വാക്ക് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ അലക്സ സംസാരിച്ചാണ്. എനിവേ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അലക്സ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിനോട് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓർക്കുക, ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇൻബിൽറ്റ് മൈക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്, പക്ഷേ സ്പീക്കർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അലക്സയോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് വോയിസിലൂടെ തിരിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, ആ ഡിസ്പ്ലേ കാണിച്ചു തരും. ഇപ്പോൾ ഉദാഹരണത്തിന് അലക്സ കിട്ടാനായിട്ട് ഇവിടെ ഈ ഒരു ക്രൗൺ ഇതുപോലെ നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ മതി. ഹു ഇസ് ദ
ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കണ്ടില്ലേ, വിക്കിപീഡിയയിൽ നിന്നുള്ള എൻ്റെ ഒരു ആൻസർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. കണ്ടില്ലേ, അതിൻ്റെ ഒരു കൃത്യമായ ആൻസർ ഇതുപോലെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അലക്സ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയും മറ്റ് പല ഉപയോഗങ്ങളുണ്ട്. ഇപ്പോൾ അലക്സ എനേബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെ പോലും നമുക്ക് ഇത് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാം. സ്മാർട്ട് ബൾബുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ടേൺ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിനോട് നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞാൽ മതി. ഓർക്കുക, ഇതിനകത്ത് സ്പീക്കർ സപ്പോർട്ടില്ല, അതുകൊണ്ട് തന്നെ സൗണ്ട് പുറത്തേക്ക് കേൾക്കില്ല എന്ന് മാത്രം. ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഏകദേശം 120-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് അത്തരം വർക്കൗട്ടുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. മാത്രമല്ല, ഈ ഒരു 120-ൽ-അധികമുള്ള വർക്കൗട്ടുകളിൽ 7 വർക്കൗട്ടുകൾ നമുക്ക് ഇതിനകത്ത് ഓട്ടോ ഡിറ്റക്ഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു 3 വർക്കൗട്ടുകൾ, വാക്കിംഗ്, ഇൻഡോർ വാക്കിംഗ്, അങ്ങനെയുള്ള 3 വർക്കൗട്ടുകളാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമുക്ക് 7 വർക്കൗട്ടുകൾ സെലക്ട് ചെയ്തിട്ടാൽ അവ ഓട്ടോ ഡിറ്റക്ഷൻ ആയിരിക്കും. ആ പറയുന്ന 7 വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ, ഈ ഒരു സ്മാർട്ട് വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, ഇപ്പോൾ നമ്മൾ വാക്കിംഗ് ആണെങ്കിൽ വാക്കിംഗ് ആണെന്നത് മനസ്സിലാക്കി അത് ഡിറ്റക്ട് ചെയ്യും. ആ രീതിയിൽ 7 വർക്കൗട്ടുകളെ ഓട്ടോ ഡിറ്റക്ട് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് സാധിക്കും. ഈ ഒരു സ്മാർട്ട് വാച്ച് 5 ATM വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് വെള്ളത്തിലൊക്കെ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാം. നീന്തൽ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അതുപോലെ റണ്ണിങ്ങിനൊക്കെ പോകുമ്പോൾ ഒന്നും മഴ നനഞ്ഞാൽ പ്രശ്നമില്ല. ജിമ്മിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കയ്യിൽ കെട്ടിയിരുന്നാൽ അല്പം വിയർപ്പ് തുള്ളികൾ ഇറങ്ങിയാലൊന്നും യാതൊരു പ്രശ്നവും ഈ ഒരു സ്മാർട്ട് വാച്ചിന് വരികയില്ല. ഈ ഒരു വാച്ചുമായി പെയർ ചെയ്തിരിക്കുന്ന നമ്മളുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആരാണ് വിളിക്കുന്നതെന്ന് കൃത്യമായി കാണിക്കും. നമ്മളുടെ ഫോണിൽ കോൺടാക്റ്റായി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ആക്കാനോ അല്ലെങ്കിൽ കോൾ റിജക്ട് ചെയ്യാനോ സാധിക്കും. ഓർക്കുക, ഈ ഒരു വാച്ചിനകത്ത് സ്പീക്കർ കൊടുക്കാത്തത് കൊണ്ട് തന്നെയും കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനുള്ള ഫീച്ചർ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നൽകിയിട്ടില്ല. ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് സെൻസർ, അതുപോലെ SpO2 മോണിറ്ററിംഗ്, അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്ററിംഗ് തുടങ്ങിയ ഓപ്ഷനുകളും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് കിടന്നാൽ നമുക്ക് കണ്ടിന്യൂസ് നമ്മുടെ ഹൃദയമിടിപ്പിനെ നമുക്ക് മോണിറ്റർ ചെയ്യാം. അതുപോലെ ബ്ലഡിലെ ഓക്സിജൻ ലെവലിന്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കാം. അതുപോലെ സ്ട്രെസ് മോണിറ്റർ ചെയ്യാനും ഈ ഒരു സ്മാർട്ട് വാച്ചിന് സാധിക്കും. വാച്ചിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രധാനപ്പെട്ട ടോഗിളുകൾ നമുക്ക് കാണാം. അതായത് ഇവിടെ ബാറ്ററി പെർസെന്റേജ്, വൈബ്രേറ്റ് മോഡിലേക്ക് ആക്കുക, അത്തരമുള്ള ടോഗിളുകൾ. വീണ്ടും ഒന്നുകൂടി ഇതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അധികമായിട്ടുള്ള ടോഗിളുകൾ കാണാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷനിലേക്ക് ചെല്ലാം. വാച്ചിന്റെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കാണുന്നത്. കൃത്യമായിട്ട് ഒരുവിധം വാട്സപ്പിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു ഈ ഒരു വാച്ചിനകത്തൂടെ. അതായത് ചില സ്മാർട്ട് വാച്ചിലൊക്കെ അത്തരം നോട്ടിഫിക്കേഷനുകളുടെ കുറച്ച് വരികൾ മാത്രമേ കാണാൻ സാധിക്കൂ. ഇവിടെ ഏതാണ്ട് കൃത്യമായിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വാച്ചിനകത്തൂടെ കണ്ടില്ല. ആ ഒരു നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ എടുത്ത് പറയട്ടെ. അതുപോലെ വാച്ചിൽ ഇടത് സൈഡിൽ നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സമ്മറിയാണ്. അതാത് ദിവസം നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര പ്രാവശ്യം നമ്മൾ എണീറ്റ് നിന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സമ്മറിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു. വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് അറിയാം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ വെതർ ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഞാൻ ഇതിന്റെ കമ്പാനിയൻ ആപ്പിൽ ഈ ഒരു എൻ്റെ നിലവിലുള്ള സിറ്റി ഞാൻ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതുപോലെ ഇത് PAI ഇൻഡെക്സ് ആണ്. അതായത് നമ്മളുടെ ഹെൽത്ത് ഇൻഡെക്സ് ആണ്. നമ്മളുടെ സ്ട്രെസ്സും ഹാർട്ട് റേറ്റും SpO2 എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉറങ്ങിയാൽ ഇവിടെ നമുക്ക് സ്ലീപ്പ് ഡേറ്റ കാണാം. പിന്നീട് ഇവിടെ എന്ന് പറയുന്നത് ഇതിന്റെ വെതർ, അതുപോലെ അലക്സ സപ്പോർട്ട്, PAI ഇൻഡെക്സ്, ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് കാണാം. ഇവിടെ അലാം സെറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ ഈ ഒരു മെയിൻ സ്ക്രീനിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാച്ച് ഫേസുകൾ മാറ്റാം. നിലവിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് 2 വാച്ച് ഫേസുകളെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുള്ളൂ. പിന്നീട് 2 ഞാൻ ഇതിന്റെ കമ്പാനിയൻ ആപ്പിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇത്തരത്തിൽ ഡൈനാമിക് ആയിട്ടുള്ള വാച്ച് ഫേസുകൾ പോലും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ സപ്പോർട്ട് ചെയ്യും. ZEP എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു വാച്ചിനെ നമ്മളുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പാനിയൻ ആപ്പ്. അപ്പോൾ ഈ ഒരു ആപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് നിരവധി വാച്ച് ഫേസുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി വാച്ച് ഫേസുകളാണ്. അപ്പോൾ വാച്ചിനകത്ത് 2 വാച്ച് ഫേസുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിഷമിക്കേണ്ട കാര്യമല്ല. നിരവധി AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അതിമനോഹരങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു ആപ്പ് നൽകുന്നതുകൊണ്ട് നമുക്ക് അവ വളരെ ഈസി ആയിട്ട് ഇതുപോലെ സിങ്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്മാർട്ട് വാച്ചിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. കണ്ടില്ല, ഞാനിപ്പോൾ ഈ ഒരു ആപ്പിൽ കണ്ട ആ ഒരു വാച്ച് ഫേസ് എൻ്റെ ഈ ഒരു വാച്ചിലേക്ക് സിങ്ക് ചെയ്തു. അതുപോലെ ഈ ഒരു ക്രൗണിൽ നമ്മൾ ഇത്തരത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിനകത്തുള്ള മറ്റ് ഓപ്ഷൻസ് കാണാം. നമ്മൾ നേരത്തെ ഷോർട്ട് കട്ട് കണ്ടിരുന്ന തരത്തിലുള്ള വർക്കൗട്ട്, അതുപോലെ സ്ട്രെസ്, ആക്ടിവിറ്റി, സ്ലീപ്പ്
സ്ലീപ്പ്, വെതർ ഇൻഫർമേഷൻ, മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, അലാം, കലണ്ടർ, സെറ്റിംഗ്സ്, മോർ എന്നീ ഓപ്ഷനുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. ബ്ലൂടൂത്ത് വെർഷൻ 5.2 നൽകിയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ 270 mAh ആണ്. അപ്പോൾ അമേസ്ഫിറ്റ് പറയുന്നത് നമ്മൾ ഒരു നോർമൽ യൂസേജ് ആണെങ്കിൽ ഒരു 15 ദിവസത്തെ ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ലഭിക്കുമെന്ന് പറയുന്നു. എന്നാൽ നമ്മളൊരു ഹെവി ആയിട്ട് ഉപയോഗിച്ചാൽ പോലും 7 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് ലഭിക്കുന്നതെന്ന് അമേസ്ഫിറ്റ് പറയുന്നുണ്ട്. അതായത് ഹെവി ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആക്കുക, അതുപോലെ ഡിസ്പ്ലേയിൽ ഓരോ ഓപ്ഷൻസ് എടുക്കുക, അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫുൾ ടൈം ഓൺ ആക്കിയിട്ട് അങ്ങനെ, അതുപോലെ മാക്സിമം ബ്രൈറ്റ്നസ് വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ബാറ്ററി ലൈഫ് 7 ദിവസത്തേക്ക് കുറയുന്നത്. എന്നാൽ അത്തരം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടിരുന്നാൽ ബാറ്ററി കൺസംഷൻ വീണ്ടും കുറച്ചുകൊണ്ട് 15 ദിവസം വരെ മാക്സിമം ഈ ഒരു സ്മാർട്ട് വാച്ചിന് ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നാണ് അമേസ്ഫിറ്റ് പറയുന്നത്. കാരണം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു സ്മാർട്ട് വാച്ച് ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തതേ ഉള്ളൂ. ഇത് 1-2 ദിവസം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിൻ്റെ ഒരു കൃത്യമായ കാര്യം പറയാൻ സാധിക്കും. നമ്മൾ ഈ കണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളോടൊപ്പം ഐഫോണുകളോടൊപ്പം നമുക്ക് ചേർത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് നമ്മളുടെ ഐഫോണുകളോടൊപ്പം ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം പെയർ ചെയ്ത് ഉപയോഗിക്കാം. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഫ്ലമിംഗോ പിങ്ക്, മിന്റ് ബ്ലൂ, മൂൺലൈറ്റ് വൈറ്റ് എന്നീ 4 വ്യത്യസ്ത നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന കളർ വേരിയന്റ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പ്രൈസിംഗ് ആണ്. ഇന്നാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അതായത് 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് വാങ്ങാനായിട്ട് അവൈലബിൾ ആണ്. ഇന്ന് ഒരു ദിവസം തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിയാൽ 1000 രൂപ വില കുറച്ച് 6999 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാം. എന്നാൽ ഇന്നത്തെ ആ ഒരു ഇൻട്രഡക്ടറി ഓഫർ കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് വീണ്ടും 1000 രൂപ കൂടി 7999 രൂപയാവും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്നുള്ള കാര്യവും ഇതിന്റെ പ്രൈസിങ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യവും ഒക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക.